പാലത്തിങ്ങൽ ഗോൾഡ് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയൊരു ജാതിയാണ് ആലിപ്പാറയുള്ള. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ഗ്രാം വരെ അതിൻ്റെ കാ കിട്ടിയിട്ടുണ്ട്, ഉണങ്ങിയത്. അതിൻ്റെ ഒരു കാ പൊട്ടിച്ചാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം ഞാൻ വെട്ടിയെടുത്ത് ഇതുണ്ട്, ഇതാണ് കായ്. സാധാരണ ഈ കഴിഞ്ഞ ദിവസം വൈക്കത്തുനിന്നൊരു ചേട്ടൻ എനിക്കൊരു 4 കായ് ഇങ്ങനെ കാണിച്ചപ്പം അയാളുടെ ഈ ഇരിക്കുന്ന 4 കായ് കൊണ്ടാണ് ഉള്ളംകൈ എന്ന് പറഞ്ഞത്. ഇതുണ്ട്, ഇത് ഒറ്റ കായ് കൊണ്ട് തന്നെ ഉള്ളംകൈ ഫുള്ളായി. 28 ഗ്രാം വരെ കിട്ടുന്ന ജാതിയാണിത്. ഇതിൻ്റെ മോൾ ഭാഗം ഞാൻ വെട്ടിയെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ തൈ ഞാൻ ഇപ്പം നിലവിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-30 എണ്ണത്തോളം ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുഴുത്ത കായുമാണ്. ഫ്ലവറും അതെ, ഫ്ലവർ 6 ഗ്രാം വരെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ. അപ്പം ഇത് കണ്ടം സൈഡിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിലൊരു കൊലയിൽ 4-5 വെച്ചുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ ജാതിയിൽ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ഓരോ കൊലയിലും 2, 3, 4 ഒക്കെ വെച്ചുണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില അപൂർവ ഇനം ജാതികളാണ് നമ്മൾ പറമ്പിൽ വെക്കേണ്ടത്. ഇതൊന്നും ആർക്കും അറിയത്തില്ല. നമ്മൾ ഈ ഓരോ കർഷകരെ അടുത്ത് പോയി ഇങ്ങനെ തപ്പിയെടുത്ത് റെഡിയാക്കുന്ന ജാതിയാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഈ പറമ്പിൽ ഈ ഇഷ്ടപ്പെട്ട 3 ജാതിയുള്ളൂ. ഒന്ന് ഇന്തോനേഷ്യൻ ജാതി, ഒന്ന് ഈ പാലത്തിങ്ങൽ ഗോൾഡ്, പിന്നെ ആലപ്പുഴയിൽ നിന്ന് കിട്ടിയ വെറൈറ്റി. അല്ലാതെ ഏകദേശം 35 ഇനം ഇവിടെയുണ്ട് പറമ്പിൽ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. അപ്പം ഞാൻ സമയം കിട്ടുമ്പോൾ ബാക്കിയുള്ള ജാതിയിലെല്ലാം മോൾ ഭാഗത്ത് കയറി ഇതങ്ങ് ബഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ബഡ് ചെയ്ത് ഒരു 2 കൊല്ലം കൊണ്ട് ഇത് കായ്ക്കും. 2 കൊല്ലം കൊണ്ട് ആദ്യമേ പൂവിട്ട് തുടങ്ങും. 3-4 കൊല്ലം ആകുമ്പോഴത്തേനും കായ്ച്ചു തുടങ്ങും. ഇതിപ്പോൾ ഒരു 4 കൊല്ലം ആയേ ഉള്ളൂ. ഇതിൻ്റെ മോൾ ഭാഗം കാറ്റ് പിടിച്ചൊന്ന് ഒടിഞ്ഞായിരുന്നു. കാറ്റ് പിടിച്ച് ഒടിഞ്ഞതിന് ശേഷം ഞാൻ ആ കമ്പെല്ലാം എടുത്ത് ബഡ് ചെയ്ത് വെച്ചു. അപ്പം ബഡ് ചെയ്ത് പിന്നീടും ഇത് കമ്പ് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത കൊല്ലം ഇതിന് കമ്പിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ഇത് തട്ട് വളർന്നുകൊണ്ട് ഇപ്പം 1, 2, 3, 4, 5, 6 തട്ട് വളർന്നുകൊണ്ട് നമുക്ക് അടുത്ത കൊല്ലം ബഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായ്ക്കും. അതാ ഈ ഇങ്ങനെയുള്ള ജാതി ഒരു പ്രത്യേകത. എല്ലാവരും ഇങ്ങനെ പറയും 6 തട്ടായത് വെക്കണം. 6 തട്ടായ ജാതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് പെട്ടെന്ന് കായ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് കായ്ച്ച് നമ്മൾ ഫലം ഉണ്ടാകുക എന്നുള്ള നമ്മുടെ എല്ലാ ജാതി കർഷകരുടെ എല്ലാ കൃഷിയുടെയും ലക്ഷ്യം. അപ്പോൾ അതിലേറ്റവും ഒരു നല്ലൊരു ജാതിയാണിത്, പാലത്തിങ്ങൽ ഗോൾഡ് എന്ന് പറയുന്നത്. ഇത് അവരുടെ പറമ്പിൽ നിന്ന് കിട്ടുകയാണ്. അവരുടെ പേരിൽ ഈ ജാതി വിൽക്കുന്നുണ്ടായിരുന്നു നേരത്തെ. കായ ഏറ്റവും മുഴുത്താണ്, ഏറ്റവും മുഴുത്ത കായ തന്നെയാണിത്.